Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Assalatu wassalamu ala ashrafil mursalin Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. നമ്മുടെ ഈ സമ്മേളനത്തിൽ ഈ പരിപാടിയുടെ അധ്യക്ഷൻ IMB സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ ഡോക്ടർ ഉമർ സാഹിബ്, നമുക്ക് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച IMB സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ C മുഹമ്മദ് സാഹിബ്, നമ്മുടെ ഈ പരിപാടിയിൽ വിശിഷ്ട വ്യക്തിയായി പങ്കെടുക്കുന്ന ബിസ്മി ചാരിറ്റബിൾ സെൻ്ററിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാന്യനായ നഷീർ സാഹിബ്, MGM സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യയായ സുഹറ മമ്പാട്, അതുപോലെ ആയിഷ ചെറുമുക്ക്, KNM ബസ്ലില്ല ട്രഷറർ ബഹുമാന്യനായ ആഷിം ഹാജി, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. IMB കോട്ടക്കൽ ചാപ്റ്റർ ഒരു പുതിയ സംരംഭത്തിന് കൂടി തുടക്കം കുറിക്കുന്ന ഈ മുഹൂർത്തത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അത്താണി താങ്ങ് ആ കുടുംബത്തിലെ സ്ത്രീകളാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളാണെങ്കിലും മറ്റ് പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സ്ത്രീ സാന്നിധ്യം. IMBയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സഹോദരിമാരെ ഈ രംഗത്തേക്ക് വിളിച്ചു വരുത്തുവാൻ, നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുവാൻ കുറച്ച് സമയം എടുത്തു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്ന ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. ആ വീഴ്ച അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. IMB കോട്ടക്കലിന്റെ രൂപത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി കൊണ്ട് തന്നെ ബഹുമാനായ ഡോക്ടർ C മുഹമ്മദും, അതുപോലെ ഡോക്ടർ ഉമറും, അതുപോലെ ഷർഫുദ്ദീൻ്റെ അമ്പാട്ടിലുമെല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വിശദമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ രൂപത്തിൽ തുടങ്ങി, ഒരു ഡ്രഗ് ബാങ്കിലൂടെ തുടങ്ങി, ഇന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് വരെ എത്തി നിൽക്കുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി പോകുന്ന ഒരു വലിയ പ്രസ്ഥാനമായി ഇന്ന് കോട്ടക്കൽ IMB മാറിയിരിക്കുന്നു. സ്വാഭാവികമായും നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാൽ നിങ്ങളോട് ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യുമെന്ന ആ ഒരു വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജനങ്ങളുടെയോ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളുടെയോ പ്രശംസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതുകൊണ്ട് തന്നെ IMBയുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ വളരെയധികം പരസ്യപ്പെട്ട് കാണുകയില്ല. IMBയെക്കാളും കുറഞ്ഞ രൂപത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനങ്ങളുടെയും മറ്റും പ്രവർത്തനങ്ങൾ തന്നെ നവീകരിച്ച് കണ്ടുമ്പോൾ ഇത്തരത്തരം പ്രവർത്തനങ്ങൾ സേവനങ്ങൾ ചെയ്യുന്ന IMB എന്തുകൊണ്ട് ചിത്രത്തിലില്ല എന്നൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ IMBയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പരസ്യങ്ങളും മറ്റും കുറവാണെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. അത് ഓരോ ദിവസവും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പുതിയ പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി കൂടുതൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കിനി ചെയ്യാനുണ്ട്. അതിന് വേണ്ട ഒരു കൂട്ടായ്മ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ സേവനം കൂടി IMB ആവശ്യപ്പെടുന്നത്. സാമ്പത്തികമായ സഹായം മാത്രമല്ല, മറ്റേതെല്ലാം രൂപത്തിൽ നിങ്ങൾക്ക് IMBയെ സഹായിക്കാൻ സാധിക്കുമോ ആ രൂപത്തിലുള്ള എല്ലാ സഹായങ്ങളും IMB നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്ന രോഗികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് സഹായം എത്തിക്കേണ്ട ബാധ്യത അത് നിങ്ങളുടെ ബാധ്യതയാണ്. ആ കാര്യം IMBയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് ഏറ്റെടുത്ത് നടത്തുവാൻ IMB തയ്യാറാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രദേശങ്ങളിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്ന് ജനങ്ങൾക്ക് ഈ അതേ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധവൽക്കരണം ആവശ്യമുള്ള ഘട്ടങ്ങളിലാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അവിടെ വന്ന് ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ ആ വാർഡിലുള്ള ആളുകളെ ബോധവൽക്കരണം നടത്തി അവരെ ആ കാര്യങ്ങൾ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ IMB തയ്യാറാണ്. അതും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. ഇങ്ങനെ വിവിധമായ തുറകളിലുള്ള സഹായ സഹകരണങ്ങൾ IMBക്ക് ആവശ്യമുണ്ട്. ഈ IMB പോലെ തന്നെ വളരെ ചെറിയ രൂപത്തിൽ തുടങ്ങിയ ഒരു സംവിധാനമാണ് നമ്മളോട് ഇന്ന് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ ബഷീർ സാഹിബ് നേതൃത്വം നൽകുന്ന ബിസ്മി, കാലിക്കറ്റ് എയർപോർട്ടിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിസ്മി എന്ന സംഘടന. എനിക്ക് ഈ ബിസ്മിയുടെ ആദ്യകാലം മുതൽ തന്നെ ഈ ബിസ്മിയോട് ചേർന്ന് ചില കാര്യങ്ങളിൽ സഹകരിക്കാൻ സാധിച്ചിട്ടത് കൊണ്ടുകൊണ്ട് തന്നെ IMBയുടെ ചരിത്രത്തോടൊപ്പം തന്നെ ബിസ്മിയുടെ ചരിത്രവും എനിക്കറിയാം. എന്നാൽ ഇന്ന് ബിസ്മി ഒരുപക്ഷെ ഗവൺമെന്റ് സംവിധാനങ്ങളെ പോലും തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള വലിയ ഒരു പ്രസ്ഥാനമായി, വലിയൊരു സംഭവമായി, ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയുടെ ഏതാനും ഭാഗങ്ങൾ അടക്കം അതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് മരുന്നുകളും അതുപോലെ ഭക്ഷണവും വേണ്ട ചികിത്സാ സംവിധാനങ്ങളും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായങ്ങളും അതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള നേതൃത്വത്തിൽ ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അതിന്റെ ആരോഗ്യ വിഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് IMB. കൊണ്ടോട്ടിയിൽ അവിടുത്തെ ഏതാനും ആളുകളുടെ മനസ്സിൽ നിന്ന് ഉദിച്ച ഒരു ചെറിയ ആശയം, അത് തന്നെ ഒരു പ്രസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയുടെയോ ഒന്നും പിൻബലമില്ലാതെ ഇത്രമാത്രം വലിയൊരു പ്രസ്ഥാനമായി അത് മാറ്റാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ സംഘടന, ഒരു ആരോഗ്യ ചാരിറ്റി, ജീവകാരുണ്യ പ്രവർത്തനം എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ഏതാണ്ട് അതിനോട് അത്ര ഒന്നും എത്തിയിട്ടില്ലെങ്കിലും അത് ഏതാണ്ട് ഇതിനൊപ്പം എത്താൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചുകൂടാ. ഇതാണ് നാം ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കാൻ മനസ്സിലാകും. കഠിനാധ്വാനികളായ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തയ്യാറുള്ള കുറെ പേരുകൾ അതിൽ തന്നെ ബിസ്മിയെ കുറിച്ച് പറ്റി പറയുമ്പോൾ എടുത്തു പറയാനുള്ളത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഇറങ്ങി ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് അവർക്കുള്ളത്. ആ ഒരു ശൈലിയിലേക്ക് IMBയെ കൂടി മാറ്റിയെടുക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നാം ഇന്ന് നിങ്ങളോട് ഇവിടെ ഇതിന്റെ പ്രധാന പ്രഭാഷകനായി ഞാൻ ബഷീർ സാഹിബിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ബഷീർ സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരിക്കലും പ്രസംഗമല്ല, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ വഴികൾ സംബന്ധിച്ച് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാധ്യതകൾ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഈ IMBയുടെ പ്രവർത്തനത്തിലെ ഒരു ഭാഗപകർത്തായി മാറുക. ഏതെല്ലാം രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നത് നിങ്ങൾ തന്നെ സ്വന്തമായി തീരുമാനിക്കുക. സാമ്പത്തിക സഹായം ചെയ്യാൻ സാധിക്കുന്നവരുണ്ടാകാം, മറ്റുള്ള രൂപത്തിലുള്ള വോളണ്ടിയർ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നവരുണ്ടാകാം,
അതുപോലെ INDA സംബന്ധിച്ച് മറ്റാളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നവരുണ്ടാകാം. നിങ്ങൾ മുഖേന രോഗികളെ INDA അയച്ച് അവരുടെ സഹായം INDA സഹായം അവർക്ക് ലഭ്യമാക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ വിവിധ തുറകളിൽ നിങ്ങളുടെ സഹായങ്ങൾ INDA അത്യാവശ്യമാണ് എന്ന ഒരു കാര്യം മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഉണർത്താറുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ 2 വർഷക്കാലമായി നമ്മളെ വിടാതെ പിടികൂടിയിരിക്കുന്ന ഈ മഹാവിപത്ത്, ഈ COVID-19 അതിന്റെ വകഭേദങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. രണ്ടാമത്തെ വേഗമായ ഡെൽറ്റ വേരിയന്റ് മാറി ഇപ്പോൾ 3ാമത്തെ വകഭേദത്തിലേക്ക് കടക്കുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാഠം സാമ്പത്തികമായ കഴിവുകളോ അല്ലെങ്കിൽ വൈദ്യസായ രംഗത്തുള്ള കഴിവുകളോ അല്ലെങ്കിൽ മറ്റുള്ള അക്കാഡമികത്തുള്ള കഴിവുകളൊന്നും തന്നെ ആ കഴിവുകളൊന്നും കോവിഡിനെ പ്രതിരോധിക്കാൻ നമുക്ക് സഹായകമായിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തോടുകൂടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുത്തവരും ഉടയവരും പ്രസ്ഥാന ബന്ധുക്കളുമായ ഒരുപാട് ആളുകൾ നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. നാം എപ്പോഴാണ് ഇവിടെ നിന്ന് വിട പറയേണ്ടത് എന്ന് നമുക്കാർക്കും അറിയില്ല. ഏത് നിമിഷവും ഇവിടെ നിന്ന് യാത്ര പോകാൻ തയ്യാറായിരിക്കുന്നവരാണ് നാം. ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നാളെ നമ്മുടെ പരലോക മോക്ഷത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ജീവിതകാലത്ത് എന്ത് നാം ഭൂമിയിൽ നമുക്ക് നമ്മുടെ കാലശേഷമുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ അതിനു വേണ്ടിയാണ് INB നിങ്ങളെ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ INBയുമായി സഹകരിക്കണമെന്ന് മാത്രം നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് നിങ്ങളോട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. വാഹുദ് അങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.